സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിക്കുകയാണ് ഭദ്രാദേവി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത്. 10ാം ക്ലാസ് പാസ്സായ സന്തോഷത്തിനൊപ്പം തന്നെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ആശങ്കയും ഭദ്ര പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് ടീച്ചറാകണം. ഭദ്ര മുഖ്യമന്ത്രിയോടാണ് ആഗ്രഹം അറിയിച്ചത്. ആഗ്രഹം അറിയിക്കുക മാത്രമല്ല, സ്വപ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള മനസ്സുണ്ടെന്ന് തെളിയിച്ച ശേഷമാണ് ഭദ്രാദേവി വീൽചെയറിൽ നിയമസഭയിലേക്ക് എത്തിയത്. CM സാറിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്ന് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം. ശാരീരിക പ്രയാസങ്ങൾക്കിടയിൽ കടുത്ത വേദന സഹിച്ചാണ് ഭദ്രാദേവി SSLC പരീക്ഷയ്ക്ക് പഠിച്ചതും പാസ്സായതും. വീൽചെയറിൽ ഇരിക്കാൻ പോലും ഭദ്രയ്ക്ക് ഏറെ പ്രയാസമാണ്. വീട്ടിലെ സോഫയിൽ കിടന്നാണ് പഠനം നടത്തിയത്. ദിവസം ഓട്ടോയിൽ പോയാണ് സ്കൂളിൽ പഠിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പോകാറുണ്ട്. പിന്നെ ഈ 10ാം ക്ലാസ് ആയപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ടീച്ചർ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എക്സാമൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നല്ല ധൈര്യം തന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. വീട് ജപ്തി ഭീഷണിയിലാണ്. ഭദ്രയുടെ അച്ഛന് കൂലിപ്പണിയിലൂടെ കിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇനി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി വെഞ്ഞാറമൂട് സ്കൂളിലേക്ക് പോകാനുള്ള ചിലവും കൂടി കണ്ടെത്തണം. മോള് ജനിച്ചപ്പോൾ തന്നെ നട്ടെല്ല് പുറത്തായിരുന്നു, സുഷുമ്നാ നാഡി പുറത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കരയൊന്നുമില്ലായിരുന്നു. പിന്നെ തലച്ചോറിലൊരു വെള്ളക്കെട്ടിന് സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7ഓളം സർജറികൾ കഴിഞ്ഞാണ് മോളിരിക്കുന്നത്. അപ്പോൾ ദിവസവും അവളുടെ കാര്യങ്ങൾ നോക്കാനും അവൾക്ക് സ്കൂളിലെ വണ്ടിക്കൂലിയൊക്കെ തന്നെ ദിവസം 1000 രൂപയൊക്കെ ചിലവാകും. അപ്പം അവളുടെ അച്ഛൻ മേശം പണിയാണ്. ആ ഒരു വരുമാനമാണുള്ളത്. നമ്മൾ 2 പേരും 3 മക്കളും, അങ്ങനെ ഞങ്ങൾ 5 പേരാണ്. സ്വന്തമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കവിതയൊന്നൊക്കെ കേട്ട് പഠിക്കും, സ്കൂളിൽ തന്നെ സ്വന്തമായിട്ട് എഴുതി പഠിക്കും. അങ്ങനെ വേറെ ട്യൂഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം 3 മിനിറ്റ് കൊണ്ടാണ് ഞാൻ 196 രാജ്യങ്ങളും എൻ്റെ തലസ്ഥാനങ്ങളും പഠിച്ചത്. അഫ്ഗാനിസ്ഥാൻ, കാബൂൾ, അൽബേനിയ, ടിരാന, അൾജീരിയ, അൽജീസ്, അൻഡോറ, ലാവല്ല, അങ്കോള, ലുവാണ്ട, ആന്റിഗ്വാൻ, ബാർബുഡ, സെയിൽഡോൺ, അർജന്റീന, ബുവനേസ് എയർ, എർമേനിയ, ഇർവാൻ, ഓസ്ട്രേലിയ, കാൻബറ. കാര്യങ്ങൾ ഓർത്തു പറയുന്നതിൽ, പാട്ടിൽ, വരയിൽ ഭദ്രയ്ക്ക് പ്രത്യേക കഴിവാണ്. തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു പഠനമുറി, ദൈനംദിന യാത്രയ്ക്കായി ഒരു വാഹനം. ഭദ്രയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഇതാണ്. കാര്യങ്ങൾ കേട്ട മുഖ്യമന്ത്രി സഹായം നൽകാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. ആഗ്രഹങ്ങൾക്ക് പിന്നാലെയുള്ള ഭദ്രയുടെ യാത്ര തുടരാൻ സമൂഹത്തിന്റെ പിന്തുണയും ആവശ്യമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഹുൽ, ഒരു കൊച്ചുമിടുക്കിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പഠിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ചുറ്റുമുണ്ടായിട്ടും അതിനൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്ത എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാണ് ശാരീരിക അവശതകളും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഉന്നത വിജയം ഭദ്ര കരസ്ഥമാക്കിയത്. ഇനി ഒരുപാട് സ്വപ്നങ്ങൾ കൂടി മനസ്സിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അധ്യാപികയാവുക എന്നുള്ളത് തന്നെയാണ്. അതിന് സുമനസ്സുകളുടെ സഹായം കൂടി അനിവാര്യമാണല്ലേ? ഭദ്രാദേവിയുടെ കഥ വ്യത്യസ്തമാകുന്നത് പലപ്പോഴും ഈ പറയുന്ന പരിമിതികൾക്കൊപ്പം ജീവിച്ച് നേട്ടങ്ങളിലേക്ക് കടക്കുന്ന ആളുകളുടെ വാർത്ത കൊടുക്കുന്നു, അതിനാളുകൾ കൈയടിക്കുന്നു, അതിനുശേഷം അവസരം നൽകാൻ കഴിയുന്നവർ അവരെ സമീപിക്കുന്നു എന്ന തരത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ട അവസരങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഈ ഭദ്ര മുന്നിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. കാരണം കൃത്യമായ എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, ആ ആവശ്യത്തിലേക്ക് പോകാൻ അതിന് പിന്തുണ വേണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഇത്ര കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് കൃത്യമായി നേടിയെടുത്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന തിരിച്ചറിവിലൂടെയാണ് ഭദ്ര പാടുന്നത്, വരയ്ക്കുന്നത്, കാര്യങ്ങൾ ഓർത്തു പറയുന്നത്, ഏറ്റവും ഒടുവിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച വിജയം നേടുന്നത്. അപ്പോൾ എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെക്കുറിച്ച് ഭദ്രാദേവിക്കുണ്ട്, മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ്. ഇനി അവർക്ക് വിശ്വാസം നൽകേണ്ടത്, അത് പകരേണ്ടത്, കരുതലാക്കേണ്ടത് സംവിധാനങ്ങളാണ്, സമൂഹമാണ്. അത് തന്നെ
തന്നെയാണ് നമ്മൾ എന്തായാലും ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവസാന വരിയായി സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തായാലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഉറപ്പ് നൽകിയിട്ടുണ്ട്, എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന്. ആ കുഞ്ഞിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പഠിക്കാൻ അടിസ്ഥാന സൗകര്യമുള്ളൊരു മുറി, ഒപ്പം ദൈനംദിന യാത്രയ്ക്ക് മുൻപ് സ്കൂളിലേക്ക് പോകുമ്പോൾ 200 രൂപ ഓട്ടോ കൂലി കൊടുത്താണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അത് 300 രൂപയാകും. കാരണം വെഞ്ഞാറമ്മൂടാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി ലഭിച്ച സ്കൂള്. എന്തായാലും നിലവിൽ എന്തായാലും അവിടുത്തെ MLA സുധീർ ഷാ പാലോട് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ജനപ്രതിനിധികളുടെയൊക്കെ ഒരു പിന്തുണ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പിന്തുണ ഉണ്ടാകട്ടെ. ഭദ്രയുടെ സ്വപ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ. എല്ലാവിധ ആശംസകളും.